ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ആസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 400 ഗ്രാംസ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കറിൽ പാകത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ബീഫിന് ഒരു ചെറിയ കോട്ടിംഗ് കൊടുക്കുന്നതിനായിട്ടാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ബീഫ് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എടുത്ത ബീഫ് മുഴുവൻ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ബീഫാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഫ്രൈ ചെയ്ത ബീഫ് മുഴുവൻ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇത്രയും ഓയിൽ ആവശ്യമില്ലാത്തതിനാൽ കുറച്ച് ഓയിലും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു സവാളയുടെ പകുതി ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതും ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. വെജിറ്റബിൾസ് വെന്ത് കിട്ടണം. അതോടൊപ്പം വെജിറ്റബിൾസിൻ്റെ കളർ മാറാനും പാടില്ല. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഈ റൈസ് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നേരത്തെ ഞാൻ വേവിച്ചെടുത്തതാണ്. വെന്തതിന് ശേഷം ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു പരന്ന പാത്രത്തിലിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 2 hours വെച്ച റൈസാണിത്. റൈസ് ഒന്നിലൊന്നും മുട്ടാതെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.